പിടിച്ചെടുക്കാൻ ഗൂഢനീക്കങ്ങൾ നടത്തുകയാണ് ചൈന ഇപ്പോൾ. ഇന്ത്യ ചൈന അതിർത്തിയിലെ നിരന്തരമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഴിഞ്ഞു തുടങ്ങിയെന്നും സൈനിക നിലപാടിന്റെ കാര്യത്തിൽ താമസിയാതെ തന്നെ ഒരു ധാരണയുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 4 ദിവസം മുൻപ് നയതന്ത്ര തലങ്ങളിൽ നിന്ന് വന്ന ഇത്തരത്തിലുള്ള സൂചന അസ്ഥാനത്താണെന്നാണ് കരസേനാ മേധാവിയുടെ പ്രസ്താവന. അതിർത്തിയിലെ നിലപാടുകൾ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവിടുത്തെ സുരക്ഷയുടെ ചുമതലയുള്ള കോർ കമാൻഡർമാരാണെന്നാണ് സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്നത്. എന്നാൽ അതിർത്തിയിൽ ഇപ്പോൾ സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറക്കുന്ന നിലപാടാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചൈനയുടെ അടുത്ത നീക്കത്തിലേക്കുള്ള ചാഞ്ചാട്ടമാണോ എന്നും അറിയില്ല. ഏതായാലും നെറിയില്ലാത്ത ചൈനയുടെ ഈ പ്രഹസനങ്ങളൊന്നും വിശ്വസിക്കാൻ തൽക്കാലം ഇന്ത്യ തയ്യാറല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിർത്തിയിലെ സൈനിക നിലപാട് സംബന്ധിച്ച ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നായിരുന്നു 4 ദിവസം മുൻപ് ചൈനീസ് പക്ഷത്തു നിന്ന് പ്രസ്താവന വന്നിരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് സേനാ മേധാവിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. അതിർത്തിയിലെ തർക്കങ്ങൾ ഇരുപക്ഷവും തമ്മിലുള്ള അന്തരം വളരെ കുറഞ്ഞിട്ടുണ്ടെന്നും ചില സ്ഥലങ്ങളിൽ ധാരണയ്ക്ക് സാധ്യതയുണ്ടെന്നുമായിരുന്നു ചൈനീസ് പ്രസ്താവനകളിൽ പറഞ്ഞിരുന്നത്. എന്നാൽ നേരത്തെ ഇന്ത്യൻ സൈന്യം പെട്രോളിംഗ് നടത്തിയിരുന്ന ചില പ്രദേശങ്ങളിൽ വീണ്ടും പെട്രോളിംഗ് നടത്താവുന്ന സാഹചര്യം വരികയാണെന്നാണ് സൂചന നൽകിയിരിക്കുന്നത്. അതായത് സ്ഥിതിഗതികൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ്. എന്നാൽ 2020 മുൻപുള്ള സ്ഥിതിയിലേക്ക് തിരിച്ചെത്തും വരെ നിലവിലുള്ള സൈനിക വിന്യാസം തുടരേണ്ടി വരുമെന്നാണ് സേനാ മേധാവിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. പരസ്പരം പോരാടുന്ന റഷ്യയെയും യുക്രൈനെയും രമ്യതയിലേക്ക് കൊണ്ടുവരാൻ ചൈന നടത്താൻ ഉദ്ദേശിക്കുന്ന ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ സഹകരണം ആവശ്യമായി വന്നപ്പോഴാണ് അതിർത്തിയിൽ വെള്ളക്കൊടി വീശുന്നതെന്നാണ് ഇന്ത്യയുടെ നിഗമനം. വിശ്വസനീയമായ ഉറപ്പില്ലാതെ ഒരു ധാരണയ്ക്ക് മുതിരരുതെന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യൻ സൈനിക നേതൃത്വം. ഇസ്ലാമാബാദിൽ ഈ മാസം 15-നും 16-നും നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ ഇന്ത്യൻ സഹകരണം ഉറപ്പാക്കാനും ചൈനയുടെ ശ്രമങ്ങളുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്ന് ഇതുവരെയും ഉറപ്പായിട്ടില്ല. ഏതായാലും ചൈനയുടെ ഈ നീക്കത്തിൽ ഒട്ടും വിശ്വാസമില്ലാതെ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്.